ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി മുത്തുമണികളെ വീഡിയോ കണ്ടിട്ട് എന്താ നിങ്ങളൊക്കെ പാട് സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുക കരുതുന്നു. അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാനും എടുക്കാനും എല്ലാത്തിനും മടിയാണ്. ഒന്നാമത് വെറുതെ അല്ല, നെറ്റ് തീരെ സ്ലോ ആണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മൾ സാധാരണക്കാരുടെ വീട്ടിൽ നടക്കുന്ന ചെറിയൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ മക്കൾസിന് ചായയൊക്കെ കൊടുത്തും മദ്രസയിലേക്ക് വിടുക കേട്ടോ. ഈ ഒരു വഴി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ഞാൻ എന്നും മക്കൾസിനായിട്ട് നടന്നു പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മക്കൾസ് കുറച്ച് വലുതായി, ക്ലാസ്സുകളൊന്നും വലുതായി. ഇപ്പോൾ മദ്രസയിലേക്ക് സൈക്കിളുമായിട്ടോ പോകുന്നത്. അപ്പോൾ തോടിൻ്റെ അരുവിൽ കൂടെ ഞാൻ നിന്ന് ചുമ്മാ വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. തോട്ടിലൊന്നും വെള്ളമായിട്ടില്ല. ഇൻഷാ അല്ലാ കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ ഇനി വെള്ളമാവും കേട്ടോ. അപ്പോൾ മോൾക്ക് സലാം പറഞ്ഞ് ഉമ്മൊക്കെ കൊടുത്ത് അങ്ങനെ ഞാനിതാ മൂത്ത മോള് സൈക്കിളിൽ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഇവിടെ ഇറങ്ങി നിറയെ മൂവാണ്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മാങ്ങ ഇങ്ങനെ വീണെടുക്കുന്നുണ്ടായിരിക്കും. ചിലത് കൊത്തിയിട്ടുണ്ടാവും അണ്ണാരക്കണ്ണന്മാർ, അവർക്കും വേണ്ട കഴിക്കല്ലേ. അപ്പോൾ നമ്മളെ സ്വന്തം വീടല്ലെങ്കിലും അണ്ണാരക്കണ്ണന്മാരും പിന്നെ മാവും പിന്നെ എല്ലാ ഒരുവിധ പക്ഷികളും ഒക്കെ ഈ ഒരു ചുറ്റുഭാഗത്തുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ പറന്ന് വരും പാട്ട് പാടിയിട്ടും. രാവിലെ ആകുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ ഞാൻ കാലത്ത് മദ്രസയിൽ വിട്ട് കുട്ടികളൊക്കെ കൊണ്ടുപോയി ആക്കി വന്നതിന് ശേഷം എൻ്റെ പച്ചക്കറികളും എൻ്റെ ചെടികളും ഒക്കെ നോക്കിയിട്ടോ പിന്നെ അടുക്കളയിൽ കയറുള്ളൂ. എന്നിട്ട് ഇതാ വെള്ളം വെച്ച് കഴിഞ്ഞ് കുറച്ച് ചായയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ഒരു കട്ടൻ ചായ കൊണ്ട് കുടിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി ഉള്ള എനർജിക്കുള്ള പണിയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ കട്ടൻ ചായ എന്ന് വെച്ചാൽ കട്ടൻ ചായ എനിക്ക് എത്ര കുടിച്ചാലും ഭയങ്കര ഇഷ്ടമായിട്ട് മടുക്കാത്തൊരു സാധനമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ആവശ്യത്തിന് കുടിക്കാറുണ്ട്. മക്കൾസും അതാട്ടോ, അവർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, ഇടയ്ക്ക് അവരും കുടിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടും കടലയാക്കാമെന്ന് കരുതിയിട്ട് ഇന്നലെ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടല ഒരുപാട് വട്ടം കഴുകിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് എന്നത്തെയും പോലെ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ കുറച്ച് 2 സവാളയും 2 ഉരുളങ്കിഴങ്ങും 2 പച്ചമുളകും 2 തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എരിവില്ലാതെ ഉണ്ടാക്കി കേട്ടോ. മക്കൾസിന് വൈകിട്ട് സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ചായക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതിൽ മസാലകളൊന്നും ഇട്ടില്ല. വറവിടുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുക്കറിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും വാരിയിട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ കടലക്കറി അങ്ങനെ സെറ്റായി. പിന്നെ വോയിസ് കൊടുക്കാത്ത കാരണം കുറേ ദിവസമായിരിക്കുന്നു, 2-3 മാസമായി വോയിസൊക്കെ കൊടുത്തിട്ട്. കാരണം എന്താ പറയുക, എങ്ങനെ പറയാമെന്ന് അറിയാം. അപ്പോൾ മക്കളെ അങ്ങനെ പുട്ടും നമ്മുടെ കടലയും കേട്ടോ. ഈ ഒരു പുട്ടുണ്ടാക്കിയത് തന്നെ സാധാ പൊടി എടുത്തിട്ട് പിന്നെ അതിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. ഒരു മണി പണ്ട് നമ്മൾ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ. ഇപ്പം അല്ലേ പുട്ടുപൊടിയൊക്കെ ഇറങ്ങിയത്. അന്ന് അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കാറ്. ചിലപ്പം പുട്ടുപൊടിയൊക്കെ മേടിക്കും, നമ്മുടെ അടുത്ത് പാകമില്ലാത്ത കാരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾ പോയിക്കേ എന്താണ് മിക്സ് ചെയ്തൊരു ഉരുണ്ട മണികൾ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് എന്തായാലും നമ്മൾ മാത്രം ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് 4 ദോശ ചുട്ട് കൊടുക്കും. ഇന്നെന്താണെന്നറിയില്ല, ഇടക്കിടക്കൊരു മഴ ചാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ KSEB നമ്മളെ കറണ്ട് ഇടക്ക് വരും പോവും. അങ്ങനെ മിഞ്ഞി പോലായിട്ട് ഇങ്ങനെ വെട്ടങ്ങനെ തിളങ്ങി മിഞ്ഞി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മക്കൾസിന് സ്കൂളിലേക്ക് പോകാനിതാ ഒരു കേബേജ് എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ സ്കൂളുകൊണ്ട് തുറന്നാണ്ടല്ലേ പൊന്നേ, നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുക എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അറിയില്ല കേട്ടോ. ഉമ്മച്ചി അങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചങ്ങാണ്ടിരിക്കും 2 മക്കൾ കേട്ടോ. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ അവർക്കുള്ള വെള്ളം, അവരെ പാത്രം, അവരെ കൂട്ടാൻ പാത്രമൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതെന്ന് അറിയണില്ല, അത്യാവശ്യം ചെറുതായിട്ട്. ഇനിയിപ്പോൾ മുറ്റത്തൊക്കെ നമുക്ക് തോണിയിട്ട് ഇങ്ങനെ പോകേണ്ടി വരും കേട്ടോ. മുറ്റം നിറയെ വെള്ളമായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു താത്ത ഉണ്ട്, നമ്മളൊരു ഫ്രണ്ട്സ് യൂട്യൂബിലത്തെ. അപ്പോൾ താത്ത വിളിച്ചിരുന്നു കേട്ടോ. വെള്ളം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ താത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മക്കൾസ് വന്നു, ചായയൊക്കെ കുടിച്ചു. ഞാനത് സ്കൂളിൽ കൊണ്ടാക്കി വിട്ട് വന്നു കേട്ടോ. വണ്ടി വരുന്ന ഭാഗത്തേക്ക് കുറച്ച് നടക്കാണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയി വിട്ട് വന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ മഴയൊക്കെ പെയ്ത് കുറച്ച് അയലുമ്മ
തിരുമ്പിയതൊക്കെ തോരടാണ്ടായിരുന്നു. എടുക്കും ഇങ്ങനെയായിട്ട് നേരം പോണതേ അറിയില്ല കേട്ടോ. ഇനി വർഷക്കാലത്ത് ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. മാവുമെന്നാണെങ്കിലുള്ള ഇല ഒന്നാകെ വീണിട്ടും അങ്ങനെ ഒരു കഥ. എന്തായാലും എല്ലാ കഥയും കഴിഞ്ഞിട്ട് വിശന്നിട്ട് വയ്യ. അതിൻ്റെ ഇടയിൽ 2 ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറും പിന്നെ ബീഫ് ഇതാ കുറച്ച് വരട്ടിയുണ്ടായിരുന്നു കേട്ടോ. അതും കൂടിയിട്ട് ചോറൊക്കെ തിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മക്കൾസ് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറി എന്നൊന്നും പറയാൻ പറ്റില്ല, പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പുതിന, കോവക്കൊക്കെ പറിക്കാണ്ടായിരുന്നു കേട്ടോ. മക്കൾസിനതൊരു സന്തോഷമാണ് കേട്ടോ. അവരിതൊക്കെ ഉണ്ടാക്കി പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനിത് അവർ പറിപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടല്ലാതെ ഇടയ്ക്ക് ഞാനും കറിക്കൊക്കെ പൊട്ടിച്ചിടാറുണ്ട്. പക്ഷേ ഇവരിത് പൊട്ടിക്കുമ്പോൾ ഇവർക്കൊരു സന്തോഷമാണ്, അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മക്കൾസിനെ നമ്മൾ ഓരോ വീഡിയോ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.